കൈപ്പുള്ള വെള്ളം കുടിച്ചിടിലും കൽപ്പന പോലെ നടന്നിടണം. ഏൽപ്പിക്കയില്ലവൻ ശത്രുകയിൽ സ്വർപ്പൂരം നീയണയും വരെയും ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ആഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മനോഹരമായൊരു ഭാവന കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ഒരു നല്ല വീട്, നല്ല സൗകര്യമുള്ള വീട്. ആ വീടിൻ്റെ മുൻഭാഗത്ത് ഒരു നല്ല മനോഹരമായൊരു ഗാർഡൻ ഉണ്ട്. ധാരാളം പൂക്കളും പഴങ്ങളും എല്ലാം ഉള്ള ഗാർഡൻ. അവിടെ ഗാർഡനിൽ ഇരിക്കാൻ എന്തൊക്കെ ഒരു നല്ല ബെഞ്ച് അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇരുന്ന് വെയിലാറുമ്പോൾ കാറ്റ് കൊള്ളാനൊക്കെ ആയിട്ട് ക്രമീകരിച്ചിരിക്കുന്നതാണ്. അതിൽ ഒരു പ്രായമായ ഒരാളിരിക്കുന്നു. ഞങ്ങളുടെ മടിയിൽ ഒരു കൊച്ചുകുട്ടിയിരിക്കുന്നു. പ്രായമായ ആൾ കൊച്ചുകുട്ടിക്ക് പല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. അവന് അനേകം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അവൻ കൗതുകത്തോടെ കേൾക്കുന്നുണ്ട്. അവൻ ബുദ്ധിയുള്ള കുട്ടിയാണ്, കേൾക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അനേകം ലോക സംഭവങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, മോനെ, ഞാൻ ദൈവവിശ്വാസത്തിൽ ജീവിച്ചയാളാണ്. നീയും വിശ്വാസത്തിൽ വരണം, ദൈവവിശ്വാസത്തിൽ വരണം, നീയും ദൈവത്തെ ഭയന്നും ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കണം. അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ഈ മോൻ ചോദിച്ചു, അപ്പൻ്റെ ജീവിതത്തിൽ അപ്പൻ കണ്ടിട്ടുള്ളതിലേക്കും ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി ആരാണ്? അത് കർത്താവായ യേശു ക്രിസ്തു. അപ്പൻ കണ്ടിട്ടുണ്ടോ? ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൻ അതിൻ്റെ അടുക്കൽ ചെന്നിട്ടുണ്ടോ? ഉണ്ട്, കണ്ടിട്ടുണ്ട്, ഞാൻ കാണാറുണ്ട്, ഞാൻ ചെന്നിട്ടുണ്ട്. അദ്ദേഹം അപ്പനോട് നിങ്ങൾ പറഞ്ഞായിരുന്നോ? അദ്ദേഹം ഒരു നിമിഷം ചിന്തിച്ചു. മുഖം അല്പം വാടി. എന്നോട് പറഞ്ഞായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഒക്കെ വിറ്റ് എല്ലാം ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഭവിക്കാമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് അപ്പൻ അതനുസരിച്ചോ? അദ്ദേഹം മിണ്ടാൻ പറ്റുന്നില്ല. ആ മോനെ കയ്യിൽ പിടിച്ചുകൊണ്ട് അപ്പനകത്തേക്ക് പോയി. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്കകത്ത് കിടന്നു നിന്നിട്ട് അദ്ദേഹം നിലത്ത് മുട്ടുകുത്തി ഏങ്ങടിക്കാൻ തുടങ്ങി. കർത്താവേ, ഞാൻ അനുസരിച്ചില്ലല്ലോ, എന്നോട് പറഞ്ഞ വാക്ക് ഞാൻ അനുസരിച്ചില്ലല്ലോ. കർത്താവേ, ഞാൻ അനുസരിച്ചില്ലല്ലോ. കർത്താവേ, എനിക്ക് ഈ പ്രാവശ്യം മാപ്പ് തരുമോ? ഒരു പ്രാവശ്യം കൂടി മാപ്പ് തരുമോ? ആ മനുഷ്യൻ ഏങ്ങലടിച്ച് കരഞ്ഞു. ഇതൊരു ഭാവനയായിരിക്കാം. ഏതായാലും ഞാൻ വായിച്ച മനോഹരമായൊരു ചിത്രീകരണമാണ്. ദൈവത്തിന് സ്തോത്രം. എന്താണ് അതിൻ്റെ അർത്ഥം? ഈ ധനവാനായ മനുഷ്യൻ, പ്രമാണിയായ മനുഷ്യൻ, അവൻ്റെ ജീവിതത്തിൽ നിന്ന് കിട്ടിയ ഏറ്റവും മനോഹരമായ, ഏറ്റവും ശ്രേയസ്കരമായ ഒരു കൽപ്പന അവൻ അനുസരിച്ചില്ല. ന്യായപ്രമാണം അറിയാവുന്നവനാണ് അവൻ പ്രമാണിയായ മനുഷ്യനാണ്. അവൻ ദൈവത്തിൻ്റെ അടുക്കൽ വന്നു, സാക്ഷാൽ ക്രിസ്തുവിൻ്റെ അടുക്കൽ തന്നെ വന്നു. അവൻ ദൈവത്തോട് ചോദിക്കേണ്ട കാര്യം ചോദിച്ചു. നിത്യജീവനെ അവകാശമാക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? ചോദിക്കേണ്ട ചോദ്യം ചോദിച്ചു. യേശു അവന് മറുപടി കൊടുക്കുകയും ചെയ്തു. നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രർ കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. അവൻ ചിന്തിച്ച് കാണും, ഞാൻ ഇങ്ങനെ ഒരു സംഭവം കേട്ടിട്ടില്ലല്ലോ. യേശു ക്രിസ്തുവിന് പറയുക, പലരും ചെന്നിട്ടുണ്ട്, അവരെല്ലാം വിറ്റ് ദരിദ്രർ കൊടുത്തതായിട്ട് കാണുന്നില്ലല്ലോ. ആരോടും പറയാത്ത കൽപ്പന എന്നോടെന്താ ഇങ്ങനെ പറഞ്ഞത്? എന്നോട് എന്താ കർത്താവ് ഇങ്ങനെ പറയാൻ? ആരുടെയോടും കർത്താവ് അങ്ങനെ പറഞ്ഞതായി കാണുന്നില്ല. പടകും വലയും വിട്ട് പത്രോസ് അനുഗമിച്ചു, മറ്റേ ചുങ്കസ്ഥലം വിട്ട് മത്തായി അനുഗമിച്ചു. പക്ഷേ എന്നോട് അവരാരും ഇങ്ങനെയൊന്നും ഒരു കർത്താവ് പറഞ്ഞായിട്ട് കേട്ടിട്ടില്ല. പക്ഷേ എന്നോട് ഇങ്ങനെ പറയാൻ എന്താ കാരണം? അവന് മനസ്സിലായില്ല. അവൻ ദുഃഖിതനായി. നിത്യജീവൻ വേണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇതൊട്ട് സാധിക്കുന്നുമില്ല. വിൽക്കാൻ സാധിക്കുന്നില്ല, വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല. നിങ്ങളും കേൾക്കൂ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുമോ എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ? തോന്നുകയില്ലല്ലോ. കർത്താവ് അങ്ങനെ പറയുന്നുമില്ല. എന്താ ഇതിൻ്റെ അർത്ഥം? നിങ്ങൾക്കുള്ളതെല്ലാം
പിറകിലേക്ക് മാറ്റിയിട്ട് അതിനെല്ലാറ്റിനേക്കാളും മുമ്പ് ക്രിസ്തു എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി എന്തും ചെയ്യാനും തയ്യാറാകുക. 1973 മറ്റും ആത്മീയഗുണം ഉണ്ടായപ്പോൾ ഞാൻ പപ്പായോട്ട് കാര്യം ചോദിച്ചു, ഞാൻ ജോലി രാജിവെച്ച് കർത്താവിൻ്റെ വേലയ്ക്കേണ്ടി ഇറങ്ങണോ? വേണ്ട, ഇപ്പോൾ ജോലി രാജിവെക്കണ്ട, വരട്ടെ. അതെങ്ങനെയാണ് വേണ്ടി വന്നാൽ അതിനവസരം കർത്താവ് തരും. ദൈവത്തിന് സ്തോത്രം. ദൈവം ഓരോരുത്തരെക്കുറിച്ചും ഓരോ വിധത്തിലാണ് കാണുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മെ പറ്റി പിടിച്ചിരിക്കുന്നത് എന്താണ്? മുറുകെ പറ്റുന്നത് എന്താണ്? നാം എറിഞ്ഞിട്ടും വിട്ടുപോകാത്തതായിട്ട് എന്തുണ്ട്? വേണ്ട വിചാരിച്ചിട്ടും വിട്ടുപോകാത്ത എന്തുണ്ട്? എല്ലാം മാറ്റുക. എന്തെല്ലാം വേണ്ട എന്ന് വിചാരിച്ചു, വിട്ടുപോകുന്നില്ല, പക്ഷേ എനിക്കത് വിട്ടുപോയേ പറ്റൂ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. നല്ല കാര്യങ്ങളായിരിക്കാം. പണം ഉണ്ടാക്കുന്ന നല്ല തെറ്റൊന്നുമല്ല, സമ്പത്തുണ്ടാകുന്ന തെറ്റല്ല. എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സാധുക്കൾക്ക് സഹായിക്കാമല്ലോ, പാവപ്പെട്ടവർക്ക് സഹായിക്കാമല്ലോ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നല്ലത് തന്നെ, സംശയമില്ല. പക്ഷെ അപ്പോൾ രൂപ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം, തീർച്ചയായിട്ടും ചെയ്യാം. പക്ഷേ അതുകൊണ്ടൊന്നും ദൈവത്തിൽ പോകില്ല. അതാണ് എനിക്ക് കിട്ടിയ ഉൾക്കാഴ്ച. അതാണ്. അങ്ങനെ എന്തെങ്കിലും ചെയ്തു എന്നുള്ളതുകൊണ്ടൊന്നും ദൈവം അത് വിലമതിക്കുന്നില്ല. അത് മനുഷ്യരുടെ അരികിൽ മാനം കിട്ടി, മനുഷ്യർ നല്ലത് പറഞ്ഞു, എനിക്ക് പ്രതിഫലം കിട്ടിപ്പോയി. ആളുകൾ അതിനെക്കുറിച്ച് നല്ലത് പറയുന്നു, പ്രതിഫലം കിട്ടിപ്പോയി. സ്വർഗത്തിൽ പ്രതിഫലമില്ല. ഈ ഭൂമിയിൽ പ്രതിഫലം കിട്ടിപ്പോയാൽ സ്വർഗത്തിൽ പ്രതിഫലമില്ല. ഞാനീ പറയുന്നത് അല്പം ആഴമുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ നല്ലതാണ്. പ്രതിഫലം, സ്വർഗത്തിൽ പ്രതിഫലം വേണം, നിത്യതയിൽ പ്രതിഫലം വേണം. ദൈവത്തിന് സ്തോത്രം. ഏതെങ്കിലും കാര്യങ്ങളിൽ നമുക്ക് ഒരു ദുരഭിമാനം തോന്നി അത് ചില അവകാശവാദങ്ങളായി മാറും. ഞാൻ ഇന്നത് ചെയ്തില്ലേ, ഇന്ന കാര്യം ചെയ്തില്ലേ, ഇന്ന നല്ല കാര്യം ഞാൻ ചെയ്തില്ലേ, പിന്നെ കർത്താവ് എന്താ എൻ്റെ പ്രാർത്ഥന കേൾക്കാഞ്ഞത്? ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥന കേൾക്കാത്തത് എന്താണ്? യേശുക്രിസ്തു എന്നോട് കരുണ കാണിക്കാത്തത് എന്താണ്? ഞാൻ ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു, ഞാൻ ഉറക്കളച്ച് കർത്താവിൻ്റെ വേല ചെയ്തു, ഞാൻ കഷ്ടപ്പെട്ട് കർത്താവിന് വേണ്ടി അധ്വാനിച്ചു, എന്നിട്ടും കർത്താവ് എൻ്റെ കാര്യം നോക്കാൻ ഞാൻ എന്താണ്? എൻ്റെ മോൾക്ക് അല്ലെങ്കിൽ മോന് ഒരു അഡ്മിഷൻ തരാൻ ഞാൻ എന്താണ്? ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. തെറ്റായ ചിന്താഗതിയാണ്, വളരെ ബാലിശമായ ചിന്താഗതി. എന്നാൽ കേൾക്കൂ, നിങ്ങൾക്ക് ഒന്നിലും ഒരവകാശവാദം പറയാനില്ല, ക്ലെയിം ചെയ്യാനില്ല. സ്തോത്രം. ഞാൻ പഠിച്ചു, ധാരാളം പഠിച്ചു. ദൈവത്തിന് സ്തോത്രം. അവകാശവാദങ്ങളെല്ലാം താഴെ വെച്ചു. എനിക്ക് ശരിയെന്ന് തോന്നിയതും നല്ലതെന്ന് തോന്നിയതുമായ കാര്യങ്ങൾ ചെയ്തതെല്ലാം ഞാൻ താഴെ വെച്ചു. കർത്താവേ, എനിക്ക് സ്വർഗത്തിലാണ് പ്രതിഫലം വേണ്ടത്, ഇവിടെയല്ല പ്രതിഫലം വേണ്ടത്. ഇവിടെ മനുഷ്യൻ എന്നെ മാനിക്കുന്നു എന്നുള്ളതിൽ യാതൊരു കാര്യവുമില്ല. ഇവിടെ കോളേജ് തുടങ്ങിയ കാലത്ത് പ്രീഡിഗ്രിക്ക് ഫീസ് വേണമായിരുന്നു. ചെറുപ്പക്കാരൻ ഫീസ് ഞാൻ അവൻ്റെ മുഴുവൻ ഫീസും കൊടുത്ത് അവനെ പഠിപ്പിച്ചു. ഒരു പരിചയം എനിക്കുണ്ടായിട്ടില്ല. എന്നാൽ എനിക്കതിൽ വലിയ ക്രെഡിറ്റൊന്നും തോന്നിയില്ല. ദൈവം കൃപ ചെയ്തു, അത് ചെയ്യുന്നത് നല്ല ഉപകാരമാണല്ലോ എന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ. പക്ഷേ പിന്നെ കുറേ നാളുകൾക്ക് ശേഷം അവന് അവിടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് അവന് എറണാകുളത്ത് പോസ്റ്റ് ഓഫീസിൽ ജോലി കിട്ടിയെന്ന് കേട്ടു. സന്തോഷമായി. പക്ഷേ അവൻ പിന്നെ എന്നെ കാണാൻ വന്നില്ല. പക്ഷേ സന്തോഷമായി. ഞാൻ വിവരങ്ങളൊക്കെ അറിഞ്ഞു. ഒരു ദിവസം ഞാൻ എറണാകുളത്ത് ബോട്ട്ചട്ടിയുടെ അടുത്തുള്ള റോഡെ ഞാൻ നടന്നു വരികയായിരുന്നു. എവിടെ കടയിൽ നിന്ന് കയറിയിട്ട് നടന്നു വരികയായിരുന്നു. അപ്പോൾ ഭാഗ്യം, അവൻ നേരെ മുമ്പേ വരുന്നു, നേരെ എതിരെ വരുന്നു. അത് കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷമായി. കുറേ നാളായിട്ട് അവനെ കണ്ടിട്ടില്ലല്ലോ, കാണാമല്ലോ, ഒന്ന് മിണ്ടാമല്ലോ എന്നൊക്കെ വിചാരിച്ചു. ഞാൻ നടക്കുമ്പോൾ പെട്ടെന്ന് അവൻ എന്നെ കണ്ടു. അവൻ്റെ മുഖം എൻ്റെ നേരെ നിന്ന് മനസ്സിലാക്കി. പെട്ടെന്ന് അവൻ വെട്ടിത്തിരിഞ്ഞ് നേരെ വേറെ ഒഴുവഴിയിൽ കൂടി അവൻ മാറിപ്പോയി. അപ്പോൾ എനിക്ക് തോന്നി, കഷ്ടം, ഞാൻ അത്രയും സഹായിച്ച് പഠിച്ച് എന്നൊരു നന്ദി ഉണ്ടായില്ലല്ലോ തോന്നി. പക്ഷേ കുഴപ്പം എന്താണെന്നറിയാമോ? അങ്ങനെ അവൻ എന്നോട് നന്ദി ഉണ്ടായില്ലല്ലോ എന്ന് ഞാൻ ചിന്തിച്ചപ്പോഴേക്കും എന്നുള്ള ദൈവകൃപ പോയി, എന്നുള്ള ദൈവസ്നേഹം പോയി, ആത്മാവിൻ്റെ കൃപ പോയി. ദൈവത്തിന് സ്തോത്രം. ഞാൻ പിന്നെ എവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആത്മാവിൻ്റെ ബന്ധം കിട്ടുന്നില്ല. പരിശുദ്ധാത്മാവിൻ്റെ എൻ്റെ കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ ബന്ധം കിട്ടുന്നില്ല. പിന്നെ എന്ത് വേറെ എന്ന് പറഞ്ഞാൽ എന്താ പ്രയോജനം? ആത്മാവ് വരുന്നില്ല. കർത്താവ് കാണിച്ചു തന്നു, നിനക്കൊരു ക്ലെയിം ഉണ്ടായിരുന്നു, നീ എന്തെങ്കിലും ഉപകാരം ചെയ്തെങ്കിൽ അവർ നിന്നെ സ്നേഹിക്കണമെന്നും മാനിക്കണമെന്നും നിനക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു തന്നു, അത് നിൻ്റെ ഒരു സ്വയമാണ്. അപ്പോൾ നിനക്ക് ചില ക്ലെയിംസ് ഉണ്ട്, ചില അവകാശവാദങ്ങളുണ്ട്. ഇന്നയാൾക്ക് ഇന്നെ ചെയ്തുകൊണ്ട് അവൻ എന്നെ സ്നേഹിക്കണം, എന്നെ ബഹുമാനിക്കണം എന്ന് എനിക്ക് വിചാരമുണ്ട്. സ്തോത്രം. ഞാൻ താണു. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ കാൽക്കൽ കെട്ടിപ്പിടിച്ചു അവനോട് പറഞ്ഞു, കർത്താവേ, എന്നോട് ക്ഷമിക്കണം, ആരുടെയും ബഹുമതി എനിക്ക് വേണ്ട,
ആരുടെയും പ്രീതി എനിക്ക് വേണ്ട, ആരുടെയും ബഹുമാനവും സ്നേഹവും ഒന്നും വേണ്ട. എനിക്ക് എൻ്റെ യേശുവിൻ്റെ സ്നേഹം കിട്ടിയാൽ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. സ്തോത്രം. അപ്പോൾ നിറപടിയായി സ്നേഹം തന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോരോ കാര്യങ്ങൾ നോക്കണം. നമുക്കൊന്നിലും അഭിമാനിക്കാനില്ല. ഏതെങ്കിലും നല്ല കാര്യം ചെയ്യാൻ സാധിച്ചെങ്കിൽ കൃപയെന്ന് മാത്രം, ദൈവത്തിൻ്റെ കൃപ. അത് എൻ്റേതല്ല എന്ന് കാണണം, എൻ്റേതല്ല. നല്ലപോലെ ഒരു ജോലി ചെയ്യാൻ സാധിച്ചോ? ദൈവത്തിൻ്റെ കൃപ. നല്ലതുപോലെ പാടാൻ സാധിച്ചോ? ദൈവത്തിൻ്റെ കൃപ. നല്ലപോലെ വചനം പറയാൻ സാധിച്ചോ? ദൈവത്തിൻ്റെ കൃപ. നല്ലതുപോലെ നിങ്ങളുടെ ഓഫീസിൽ പ്രവർത്തിക്കാൻ സാധിച്ചോ? ദൈവത്തിൻ്റെ കൃപ. എൻ്റേതല്ല. എൻ്റേതെന്ന് പറയുന്നത് പാവം മാത്രമേ ഉള്ളൂ. കർത്താവേ, നല്ലത് നിൻ്റേത് മാത്രം. ദൈവത്തിൻ്റെ സ്തോത്രം. ക്ലെയിംസ് എല്ലാം വിടുക. ഈ ചെറുപ്പക്കാരന്, അവന് പ്രമാണിയാണ്, അവന് നിത്യജീവൻ വേണമെന്ന് ആഗ്രഹമുണ്ട്, കൽപ്പനകൾ പ്രമാണിച്ചു വരുന്നതിനാണ്. പക്ഷേ അവൻ ദുഃഖിതനായി പോയി കളഞ്ഞു. അവന് ദുഃഖമുണ്ടായി. ഇത് ചെയ്യാൻ സാധിക്കുന്നില്ല, പക്ഷേ സാധിച്ചു പറ്റുമെന്ന് കർത്താവ് പറയുകയും ചെയ്യുന്നു. എന്തു ചെയ്യും? ആ രണ്ട് ചിന്തകളുടെ ഇടയിൽ അവൻ്റെ മനസ്സ് അങ്ങ് ഞെരുങ്ങി. അകത്തൊരു കോൺഫ്ലിക്റ്റ്, അകത്തൊരു അന്തസംഘർഷം ഉണ്ടായി. വിൽക്കണോ? അല്ല, ഞാൻ അന്യായമായി സമ്മതിച്ചതല്ലല്ലോ, വേണ്ട, വിൽക്കണ്ട. അല്ല, വിൽക്കണമെന്നല്ലേ കർത്താവ് പറഞ്ഞത്, ഞാൻ എന്ത് വേണം? മനസ്സിങ്ങനെ സംഘർഷം ഉണ്ടായി. അവസാനം അവിടെ അവൻ നിരാശയോടെ പോവുക, ദുഃഖിതനായി പോയി കളഞ്ഞാണ് വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ശിഷ്യന്മാർ അവരെന്ത് ചെയ്തു? അടുത്ത വാക്യം. യേശു ചുറ്റും നോക്കി തൻ്റെ ശിഷ്യന്മാരോട്, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കിടക്കുന്നത് എത്ര പ്രയാസമെന്ന് പറഞ്ഞു. അവൻ്റെ ഈ വാക്കിനാൽ ശിഷ്യന്മാർ വിസ്മയിച്ചു. എന്നാൽ യേശു പിന്നെയും, മക്കളെ, സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യത്തിൽ കിടക്കുന്നത് എത്ര പ്രയാസം. വളരെ ശ്രദ്ധിക്കുക. സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കിടക്കുന്നത് വളരെ പ്രയാസം. ഒട്ടകം സൂചിക്കുഴിയുടെ കിടക്കുന്നത് പോലെയാണ്. ഒട്ടകം സൂചിക്കുഴിയുടെ കിടക്കും സാധ്യമല്ല, ഒരിക്കലും ഇല്ല. സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ഒട്ടകം സൂചിക്കുഴിയുടെ കിടക്കുന്നത് പോലെയാണ്, സൂചിക്കുഴയിലൂടെ കിടക്കുന്നത് പോലെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ശിഷ്യന്മാരെ വിസ്മയിച്ചു. ഇത് ഇനി ആർക്കാ രക്ഷിക്കാൻ പറ്റുക? ജീവിതത്തിൽ കുറച്ച് പൈസയൊക്കെ വേണ്ടേ? ഉപജീവനം ആർക്കും വേണ്ടേ? എന്താ കർത്താവ് അങ്ങനെ പറഞ്ഞത്? അവർക്ക് മനസ്സിലായില്ല, ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല, അതിന് കൂടെ ചേർന്ന് നിൽക്കുന്നവർക്ക് മനസ്സിലായില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, മക്കളെ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലേ? മക്കളെ, സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ഈ രാജ്യം അവകാശമാക്കുകയില്ല. ഒന്നുകൂടി കേൾക്കുക വാക്യം. അത് യേശു ചുറ്റും നോക്കി തൻ്റെ ശിഷ്യന്മാരോട്, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസമെന്ന് പറഞ്ഞു. അവൻ്റെ ഈ വാക്കിനാൽ ശിഷ്യന്മാർ വിസ്മയിച്ചു. എന്നാൽ യേശു പിന്നെയും, മക്കളെ, സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യത്തിൽ കിടക്കുന്നത് എത്ര പ്രയാസം. സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യത്തിൽ കിടക്കുന്നത് എത്ര പ്രയാസം. പൈസ സമാഹരിക്കുന്നത് പാവമല്ല. ജോലി ചെയ്തു, തെറ്റില്ലാതെ ജോലി ചെയ്തു, നല്ല നിഷ്ഠയോട് ജോലി ചെയ്തു, ശമ്പളം കിട്ടുന്നു, തെറ്റല്ല, ഒരിക്കലുമല്ല. പക്ഷേ ഒരു ഓർമ്മ വേണം, ഇത് എനിക്ക് ശമ്പളം കിട്ടാൻ കാരണമായ ജോലിയാണല്ലോ. ജോലി ചെയ്യാൻ എനിക്ക് ആരോഗ്യം തന്ന ദൈവമാണ്, അതിനുള്ളതായ സാഹചര്യം ഒരുക്കിയ ദൈവമാണ്, അതിനുള്ള വിദ്യാഭ്യാസം തന്ന ദൈവമാണ്. മഹത്വം ദൈവത്തിന് കൊടുത്തുകൊള്ളണം. സമ്പത്തിൽ ആശ്രയിക്കരുത്. ഇതെല്ലാം പെട്ടെന്ന് മാറി മറിഞ്ഞു പോകുന്നതാണ്. നിങ്ങൾ കേട്ടില്ലേ പൂന്താന നമ്പൂതിരിയുടെ കവിത? 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, കണ്ടങ്ങിരിക്കും ജനത്തിനെ കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ, മാളികമേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. ജഗദീശ്വരനെക്കുറിച്ച് അങ്ങ് ഹൃദയത്തിൽ നിറഞ്ഞ നന്ദിയോടുകൂടി പൂന്താൻ നമ്പൂതിരി എഴുതിയ കവിതയാണ് ജ്ഞാനപ്പാന എന്ന പേര്, പുസ്തകത്തിൻ്റെ പേര് ജ്ഞാനമാണ്. ഇതാ 2-4 ദിനം കൊണ്ട് ഒരുത്തിന് തണ്ടിലേറ്റി നടത്തുമ്പോൾ 2-4 ദിനം കൊണ്ട് നിസ്സാരനായ ഒരു മനുഷ്യനെ അങ്ങ് വളരെ ഉയർന്ന പദവിയിൽ എത്തുന്നതും ദൈവം തന്നെ. മാളികമേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും മാളികയിലാണ് കഴിച്ചത്. വലിയ ധനവാനായിരുന്നു, പക്ഷേ അവൻ ദരിദ്രനായി ഭിക്ഷക്കാരനായി നടക്കുന്നു. എല്ലാം ഈ ദൈവത്തിൻ്റെ മായാവിലാസങ്ങൾ. അതാണ് അദ്ദേഹം കവി കണ്ടെത്തിയത്. എപ്പോഴാണ് വിട്ടുപോകുന്നത് ആർക്കറിയാം? ഇന്നുണ്ട്, ശരി, അതെപ്പോൾ വിട്ടുപോകും, എപ്പോൾ വിട്ടു പറന്നു പോകും? പ്രിയപ്പെട്ടവരെ, സമ്പത്തിൽ ആശ്രയിക്കരുത്. സമ്പത്തുണ്ട് എന്നതിൽ അഭിമാനിക്കരുത്. ഇത്ര ശമ്പളമുണ്ട് എന്നുള്ളത് അഭിമാനിക്കരുത്. ഇന്ന വരുമാനമുണ്ട് എന്നുള്ളത് അഭിമാനിക്കരുത്. കർത്താവ് തന്നതല്ലാതെ നമുക്കൊന്നുമില്ല. സ്തോത്രം. തന്നതല്ലാതെ ഇങ്ങ് ഒന്നുമില്ല. ഈശോ തന്നിരുന്നു എന്നെയും ഞാൻ. യേശുവേ, നീ തന്നതല്ലാതെ എനിക്കൊന്നുമില്ല, നീ തരാത്തൊന്നും എനിക്ക് വേണ്ടതാനും. സ്തോത്രം. ദൈവത്തിന് വലിയ നാമമഹത്വപ്പെട്ടു. ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഴത്തിലേക്ക് നീങ്ങണം. അവിടെ എമ്പുരാൻ തന്നാലേ ബുദ്ധിയുള്ളൂ. നല്ലപോലെ പഠിച്ചു, ബുദ്ധിയുള്ള കുട്ടിയാണ്.
നല്ലപോലെ പഠിച്ചു ഉയർന്ന റാങ്കോടെ പാസ്സാകും. പരീക്ഷയുടെ തൊട്ട് തലേ ദിവസം ഇത് അവന് ടൈഫോയിഡ് വരുന്നു. കഷ്ടം. ഒരു കൂട്ടുകാരൊക്കെ പരീക്ഷ എഴുതി അവന് പരീക്ഷയ്ക്ക് പോകാൻ പറ്റിയില്ല. നടന്ന കാര്യമാണ് പറയുന്നത്. പരീക്ഷയ്ക്ക് പോകാൻ പറ്റിയില്ല. എഞ്ചിനീയറിംഗ് ഡിഗ്രിയുടെ ഫൈനൽ ഇയർ പരീക്ഷയായിരുന്നു. എങ്കിൽ എനിക്കെന്താ ഇങ്ങനെ വന്നത്? കഷ്ടം. വേണ്ട, സപ്ലിമെൻ്ററി എഴുതാം, അടുത്ത പ്രാവശ്യത്തെ വീണ്ടും സപ്ലിമെൻ്ററി എക്സാമിനേഷൻ എഴുതാം. അടുത്ത പ്രാവശ്യം നല്ലപോലെ പഠിച്ചു. ടൈഫോയിഡൊക്കെ മാറിയതിന് ശേഷം നല്ലപോലെ പഠിച്ചു. നല്ല മാർക്ക് കിട്ടും. എന്തൊരു അത്ഭുതം! അതും പരീക്ഷ തലേ ദിവസം അവന് ടൈഫോയിഡ് തന്നെ. വീണ്ടും ടൈഫോയിഡ്, വീണ്ടും രോഗം. ആസകലം കൊണ്ടുവന്ന് വിറയ്ക്കുന്നു, അസ്വസ്ഥത, വയറിൽ സുഖമില്ല, വിഷമിച്ചു. പരീക്ഷയ്ക്ക് പോകാൻ പറ്റിയില്ല. എന്താണ് ഇങ്ങനെ വന്നത്? ആർക്കറിയാം? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഭാഗ്യവശാൽ ആ ചെറുപ്പക്കാരൻ പിന്നെ പരീക്ഷ എഴുതി ഉയർന്ന നിലയിൽ ഇപ്പോൾ ജീവിക്കുന്നു, വളരെ ഉയർന്ന നിലവാരത്തിൽ ജീവിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒന്നിലും ആശ്രയിക്കരുത്. ഇന്നുണ്ട് എന്നുള്ളതിൽ ആശ്രയിക്കരുത്. ഇന്ന് ആരോഗ്യമുണ്ട്, ഇന്ന് സമ്പത്തുണ്ട്, ഇന്ന് പല സൗകര്യങ്ങളും നമുക്കുണ്ട്. നമുക്ക് ജോലിയുണ്ട്, അല്ലെങ്കിൽ വരുമാനമുണ്ട്, മക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്, ആരോഗ്യമുള്ള ഒരു ഭർത്താവുണ്ട്, ആരോഗ്യമുള്ള ഭാര്യയുണ്ട്. എല്ലാം കൊള്ളാം, നല്ലത് തന്നെ, ഒന്നും വേണ്ട നിൽക്കണ്ട. പക്ഷേ ഒരു കാര്യം ഓർക്കണം, എന്നെ വിട്ട് ഇന്നുള്ള സൗകര്യങ്ങളെല്ലാം മാറാൻ അധികം നേരമൊന്നും വേണ്ട. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് എല്ലാം തകിടമറിയാം. കുറേ വർഷങ്ങൾക്ക് മുമ്പല്ലേ ലത്തൂരിലെ ഭൂകമ്പം, വലിയ ഭൂകമ്പം ഉണ്ടായില്ലേ, ബോംബെക്കടുത്ത് വലിയ ഭൂകമ്പം. ഒരു വലിയ കെട്ടിടം മുഴുവൻ, അനേക നിലകളുള്ള കെട്ടിടം മുഴുവൻ, അനേകം ഫ്ലാറ്റുള്ളതാണ്. കെട്ടിടം മുഴുവൻ നിലം പൊത്തി, എല്ലാം പൊട്ടിത്തകർന്നു. അതിൻ്റെ ഉടമസ്ഥൻ അദ്ദേഹം മാത്രം രക്ഷപ്പെട്ടു. ഭാര്യയും പോയി, മക്കളും പോയി, എല്ലാം മരിച്ചു. അദ്ദേഹം മാത്രം രക്ഷപ്പെട്ടു. അദ്ദേഹം റോഡരികിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. റോഡരികിൽ കിടപ്പാടമില്ല. എത്രയോ പേർക്ക് വാടകയ്ക്ക് വീട് കൊടുത്തിരുന്ന, ഈ ഫ്ലാറ്റുകളെല്ലാം വാടകയ്ക്ക് കൊടുത്തിരുന്നതാണ്. എന്തു വലിയ വരുമാനം ഉണ്ടായിരുന്ന ആൾ, എല്ലാം പോയി. അദ്ദേഹം റോഡരികിൽ ഇരിക്കുകയാണ്. പാവം, ആരും തിരിഞ്ഞു നോക്കുന്നുമില്ല. പാവം അവിടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഈ പാവപ്പെട്ടവർക്ക് ഭക്ഷണപ്പൊതി കൊടുക്കാൻ, ഇങ്ങനെ അവശരായി പോയവർക്ക് ഭക്ഷണപ്പൊതി കൊടുക്കാനായിട്ട് ഒരു ലോറി വരുന്നു. എല്ലാവരും കൂടി ചെന്ന് ഈ സാധനം വാങ്ങിക്കാൻ, കാരണം സ്വന്തമായിട്ട് ആഹാരം ഇല്ലല്ലോ, വീടും കൂടി നശിച്ചവരാണല്ലോ. എല്ലാവരും കൂടി, ഇദ്ദേഹം കൂടെ പോയി. ഇദ്ദേഹത്തിന് അവിടെ ഇപ്പോൾ എത്താൻ പറ്റിയില്ല. ചെന്നവർക്ക് ഭക്ഷണപ്പൊതി കിട്ടി. അവസാനം ഇദ്ദേഹത്തിന് ഭക്ഷണപ്പൊതി കിട്ടിയില്ല, ഓടിയെത്താൻ പറ്റിയില്ല. അദ്ദേഹം നിരാശയോടെ വീണ്ടും വന്ന് തലയ്ക്ക് കൈ താങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ രംഗം ന്യൂസ് ചാനലിൽ എൻ്റെ ഫോട്ടോയോടുകൂടി വന്നപ്പോൾ ഞാനത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു, എൻ്റെ കർത്താവേ, ഇന്നലെ മനോഹരമായ മുറിയിൽ വലിയൊരു ധനാഢ്യനായി കഴിഞ്ഞ മനുഷ്യൻ ഇന്നിപ്പോൾ ഒരു ഭക്ഷണപ്പൊതിക്ക് വേണ്ടി ഈ യാചകനെ പോലെ ഓടിച്ചെല്ലുന്നു. അതുപോലെ കിട്ടാത്തതുകൊണ്ട് ദുഃഖിച്ചിരിക്കുന്നു, വിശന്ന് പൊരിഞ്ഞിരിക്കുന്നു. ഇതല്ലേ മനുഷ്യൻ്റെ അവസ്ഥ? പ്രിയപ്പെട്ടവരെ, ഞാൻ ഭയത്തോട് പറയട്ടെ, നമുക്ക് ഈ ലോകത്ത് അഭിമാനിക്കാൻ ഒന്നുമില്ല, ആശ്രയിക്കാൻ ഒന്നുമില്ല. ഉണ്ട് യേശു മാത്രം. യേശു മാത്രമാണ് ആശ്രയം. ദൈവത്തിന് സ്തോത്രം. ആശ്രയം യേശുവിൽ എന്നതിനാലെന്നൊരു പാട്ടുണ്ടല്ലോ. യേശു മാത്രമാണ് ആശ്രയം. പഠിക്കും. ആശ്രയമേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ. ആശ്രയം യേശുവിൽ, അത് ഒരിക്കലും വിട്ടുകളയരുത്. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം യേശുവിൽ ആശ്രയം. യേശുവേ എന്നൊരു വിളി ഹൃദയത്തിൽ എപ്പോഴും. എന്നെ കാണുന്ന എൻ്റെ യേശു, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ യേശു, എനിക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞ എൻ്റെ യേശു, എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച എൻ്റെ യേശു, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ലോകത്തിൻ്റെ ഇമ്പങ്ങളിലേക്ക് പോവുകയില്ല, ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് പോവുകയില്ല, ലോകമോഹങ്ങളിലേക്ക് പോവുകയില്ല. ജീവിതത്തിൻ്റെ ഒരു കെട്ടുറപ്പുണ്ടായിരിക്കും. ജീവിതത്തിൽ ചില പ്രതിഷ്ഠകളും നിഷ്ഠകളും വരും. ദൈവത്തിന് സ്തോത്രം. ശിഷ്യന്മാർ, കർത്താവേ, ഇങ്ങനെയാണെങ്കിൽ ആർക്ക് സാധിക്കും? ആർക്ക് രക്ഷപ്പെടാൻ കഴിയും? ദൈവരാജ്യത്തിൽ കിടക്കുന്നത് എങ്ങനെ സാധിക്കും എന്ന് പറഞ്ഞു. വായിക്കാം 24-ാമത്തെ വാക്യം മുതൽ. അവൻ്റെ ഈ വാക്കിനാൽ ശിഷ്യന്മാർ വിസ്മയിച്ചു.
എന്നാൽ യേശു പിന്നെയും, മക്കളെ, സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം! ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയോടെ കടക്കുന്നത് എളുപ്പമെന്ന് ഉത്തരം പറഞ്ഞു. അവർ ഏറ്റവും വിസ്മയിച്ചു. എന്നാൽ രക്ഷ പ്രാപിപ്പാൻ ആർക്ക് കഴിയുമെന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു. യേശു അവരെ നോക്കി, മനുഷ്യർക്ക് അസാധ്യം തന്നെ, ദൈവത്തിന് അല്ലതാനും, ദൈവത്തിന് സകലവും സാധ്യമല്ലോ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അവർ പരസ്പരം പറഞ്ഞു, ഇതെങ്ങനെയാണെങ്കിൽ ആർക്ക് സാധിക്കും? ആർക്ക് സാധിക്കും? രക്ഷപ്പെടാൻ, നിത്യജീവൻ പ്രാപിക്കാൻ ആർക്കാ സാധിക്കുക? ശിഷ്യന്മാർ അമ്പരപ്പിലായി. കർത്താവ് പറഞ്ഞു, മക്കളെ, അങ്ങനെയല്ല. നിങ്ങൾ വിശ്വസിക്കുക, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. നിങ്ങൾ ആ ദൈവത്തിൽ ആശ്രയിച്ചാൽ മതി. ക്രിസ്തുവിന് അസാധ്യമായിട്ടൊന്നുമില്ല, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. മറ്റ് മനുഷ്യർക്ക് അസാധ്യം തോന്നാം. അതാണ് പറഞ്ഞത്, മനുഷ്യർക്ക് അസാധ്യം തന്നെ, ദൈവത്തിന് അല്ലതാനും, ദൈവത്തിന് സകലവും സാധ്യമല്ലോ എന്ന് പറഞ്ഞു. സ്തോത്രം. പ്രിയപ്പെട്ട, കംപ്ലീറ്റ് ഡിപ്പെൻഡൻസ്, പൂർണ്ണമായിട്ടങ്ങ് ആശ്രയിക്കുകയാണ്. അങ്ങ് പൂർണ്ണമായിട്ടങ്ങ് ആശ്രയിക്കുന്നു. കർത്താവേ, നീ ഇല്ലാതെ എനിക്ക് വേറൊരു നന്മയുമില്ല. സ്തോത്രം. നീ ഇല്ലാതെ എനിക്കൊരു ഗുണവുമില്ല. എന്തുണ്ടെന്ന് പറഞ്ഞാൽ നീ ഇല്ലെങ്കിൽ പൂജ്യമാണ്. എത്ര സമർത്ഥനാണെങ്കിലും, എത്ര വീരോചിതമായ കാര്യങ്ങൾ ചെയ്യുവാൻ നല്ല പ്രാഗൽഭ്യമുള്ളവനാണെങ്കിലും, യേശുവേ നീ ഇല്ലെങ്കിൽ ഞാൻ പൂജ്യം. ദൈവത്തിന് സ്തോത്രം. ഇത് നമ്മുടെ മനസ്സിൽ വന്നാൽ നമുക്ക് എപ്പോഴും എളിമ കിട്ടും. എളിമ, താഴ്മ കിട്ടും. അത് ദൈവം സന്തോഷിക്കും. താഴ്മ, അതിലാണ് ദൈവം സന്തോഷിക്കുന്നത്. കർത്താവേ, നിൻ്റെ സഹായം ഇല്ലെങ്കിൽ എനിക്കൊന്നും സാധ്യമല്ലല്ലോ. ഞാൻ നിത്യജീവനിലേക്ക് അടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ എനിക്ക് കിട്ടുന്നില്ല. കർത്താവേ, സാധിക്കുന്നില്ല. പലരും വിഷമിക്കുന്നവരുണ്ട്, എനിക്കറിയാം. നല്ലപോലെ പരിശ്രമിക്കുന്നവരുണ്ട്. ചീത്ത ചിന്തകൾ മാറുന്നില്ല. അയ്യോ, മാറുന്നില്ല, എന്ത് ചെയ്യും വിഷമിക്കുന്നവരുണ്ട്. ചിലർ പ്രാർത്ഥിക്കാൻ പറയും, കർത്താവേ, എനിക്ക് ആ ചീത്ത ചിന്തകൾ വിട്ടുപോകുന്നില്ല, ഞാൻ എന്താ ചെയ്യുന്നത് ചോദിക്കുന്നു. ചിലരങ്ങ് ചോദിക്കുന്നു. അനേകം പേര് ഇപ്പോൾ ഇവിടെ ഈ വാക്കുകൾ കേൾക്കുന്ന നിങ്ങളും ചിലർക്ക് അങ്ങനെയുണ്ട്. പാവം മാറുന്നില്ല, കോപം മാറുന്നില്ല, ഇഷ്ടക്കേട് മുഷിൽ ഇപ്പോഴും വരുന്നു, നീരസം വരുന്നു. ഞാൻ എന്താ ചെയ്യുന്നത്? എനിക്ക് എങ്ങനെ ഇതിൽ രക്ഷപ്പെടാം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, കേൾക്കൂ. രക്ഷപ്പെടാൻ ഒരേ മാർഗമുള്ളൂ. കർത്താവേ, എനിക്ക് അസാധ്യം, ദൈവത്തിനോ സകലവും സാധ്യം. വിട്ടുകൊടുക്കുക, ഉടയവൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. സ്തോത്രം. ഞാൻ വളരെ സന്തോഷത്തോട് പറയട്ടെ, ജീവിതത്തിൽ എത്രയെത്ര പ്രശ്നങ്ങളിൽ കൂടി ഞാൻ കടന്നുപോയി, എത്രയെത്ര ദുരിതങ്ങളിൽ കൂടി കടന്നുപോയി. അവിടെയെല്ലാം ജീവനുള്ള ക്രിസ്തുവിനെ രക്ഷിച്ച് എനിക്ക് നല്ലപോലെ അറിയാം. നല്ലപോലെ അനുഭവമുണ്ട്. അനുഭവം യേശു ക്രിസ്തു നേരിട്ട് വന്ന് എന്നെ രക്ഷിച്ച് എനിക്കറിയാം. വ്യക്തമായിട്ട് എന്നെ രക്ഷിച്ച് എനിക്ക് നല്ലപോലെ അനുഭവമുണ്ട്. ഓരോ കാര്യവും എൻ്റെ നന്മയ്ക്കായിട്ട് കർത്താവ് കൂടി വ്യാപരിക്കുമാറ് പ്രവർത്തിച്ചത് എനിക്കറിയാം. നിങ്ങൾക്കും പറയാൻ പറ്റും, സാക്ഷ്യങ്ങൾ പറയാൻ പറ്റും. ദൈവം പ്രവർത്തിച്ച വിധങ്ങൾ വിശ്വസിക്കുക, ക്രിസ്തുവിൽ ആശ്രയിക്കുക. ക്രിസ്തു മാത്രം. മനുഷ്യർക്ക് അസാധ്യം, പക്ഷേ ദൈവത്തിനോ സകലവും സാധ്യം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് നിങ്ങൾ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾ കർത്താവിനോട് ഒരു വാക്ക് പറയണം. കർത്താവേ, എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ കർത്താവേ, എനിക്ക് യേശുവിൻ്റെ ഒരു വിശുദ്ധനാകാൻ ആഗ്രഹമുണ്ട്. കർത്താവേ, ഞാൻ എന്തെല്ലാം മാറേണ്ടിയിരിക്കുന്നു, എന്നെ ഒന്ന് മാറ്റിത്തരുമോ? എൻ്റെ സ്വഭാവം നീ ഒന്ന് മാറ്റുമോ? എൻ്റെ ജന്മസിദ്ധമായ സ്വഭാവങ്ങളെല്ലാം ഒന്ന് മാറ്റുമോ? എൻ്റെ പൂർവികന്മാരിൽ നിന്ന് എനിക്ക് ലഭിച്ചതായ സ്വഭാവം നീ ഒന്ന് മാറ്റുമോ? കർത്താവേ, നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. ഞാനിതാ നിസ്സഹായനായി നിൽക്കുന്നു. എൻ്റെ കർത്താവേ, എനിക്ക് ഒന്നിനും കഴിവില്ല. കർത്താവേ, ഞാൻ ശ്രമിച്ചാൽ നേടുകയില്ല. കർത്താവേ, നീ തന്നാലേ ഉള്ളൂ. കർത്താവേ, തരണമേ, കൃപ തരണമേ, ബലം തരണമേ, ശക്തി തരണമേ, ആത്മാവിന് തരണമേ. കർത്താവേ, ഇന്ന് എനിക്ക് അസാധ്യമായത് സാധിപ്പിച്ച് തരണമേ. പ്രാർത്ഥിക്കുമോ നിങ്ങൾ? അസാധ്യമായത് സാധിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇരിക്കുന്നിരിപ്പിൽ ദൈവത്തോട് പറയണം, കർത്താവേ, ഇന്ന് എനിക്ക് അസാധ്യമായത് സാധിപ്പിച്ച് തരണമേ. കർത്താവേ, എനിക്ക് നിത്യജീവൻ കൂടിയേ കഴിയൂ. എന്തെന്തെല്ലാം വിടേണ്ടി വന്നാലും എൻ്റെ കർത്താവേ, നിത്യജീവൻ്റെ അവകാശം എനിക്ക് കിട്ടിയേ പറ്റൂ. കർത്താവേ, ഇന്ന് ഈ വാക്കുകൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ നീ എൻ്റെ അരികിലേക്ക് വന്ന് നിൻ്റെ തൃക്കൻ്റെ മേൽ വയ്ക്കണമേ. നാഥ, നീ എന്നെ അനുഗ്രഹിക്കണമേ. ഞാൻ സ്വയം പരിശ്രമിച്ചിട്ട് സാധിക്കുന്നില്ല, ഞാൻ അധ്വാനിച്ചിട്ട് സാധിക്കുന്നില്ല. ഞാൻ പല കാര്യങ്ങളും ചെയ്തു നോക്കി, ഉപവാസം എടുത്ത് നോക്കി, ഞാൻ പ്രാർത്ഥിച്ച് നോക്കി, തിരുവചനം വായിച്ചു നോക്കി, വചന ശുശ്രൂഷയിൽ പങ്കെടുത്ത് നോക്കി. പക്ഷേ എൻ്റെ പാവങ്ങൾ വലുതിനെ വിട്ട് മാറുന്നില്ല. ഇപ്പോൾ ലോകസ്നേഹം മുൻപ് നിൽക്കുന്നു. എൻ്റെ കർത്താവേ, മനുഷ്യനെ ബഹുമാനിക്കണമെന്നതായ ആഗ്രഹം മുൻപ് നിൽക്കുന്നു. മനുഷ്യരുടെ പ്രീതിക്ക് വേണ്ടിയും ബഹുമതിക്ക് വേണ്ടിയുള്ളതായ ആഗ്രഹം കൂടി നിൽക്കുന്നു. റെക്കഗ്നീഷൻ കിട്ടാനുള്ളതായ, ആളുകളുടെ അംഗീകാരം കിട്ടാനുള്ളതായ ആഗ്രഹം നിൽക്കുന്നു. കർത്താവേ, പാപം എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാനിത് മാറ്റാൻ ശ്രമിച്ചാൽ മാറുകയില്ല. കർത്താവേ, ഗോകുൽത്തായിൽ ചൊരിഞ്ഞ രക്തത്തിൻ്റെ ഒരു തുള്ളി എൻ്റെ മേലൊന്ന് വീണാൽ മാത്രമേ എൻ്റെ പാവം മാറുകയുള്ളൂ, എൻ്റെ സ്വഭാവം മാറുകയുള്ളൂ. യേശുനാഥ, നിൻ്റെ രക്തം
ഒരു തുള്ളി എൻ്റെ മേലൊന്ന് പതിയണമേ, എൻ്റെ മേലൊന്ന് വീഴണമേ. നാഥ, തിരക്തത്താൽ ഞാനൊന്ന് കഴുകപ്പെടുമാറാകണമേ. കർത്താവേ, അത്ഭുതം നടക്കണമേ, മഹാത്ഭുതം നടക്കണമേ. ഇന്നു മുതൽ യേശുവേ, ഞാൻ എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ കൃപയിൽ സന്നപ്പെട്ടുകൊണ്ട് പുതിയ ജീവിതം നയിക്കും. നാഥ, അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ ഈ ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിത്യജീവന് വേണ്ടിയുള്ളതായ വാഞ്ച കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, യേശു ക്രിസ്തു എല്ലാം സാധിച്ചു തരുന്നുള്ള ഈ വിശ്വാസം കൊണ്ട് ഞങ്ങൾ ഉള്ളത്തെ ഉറപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശു ക്രിസ്തു ഞങ്ങൾക്ക് തരുന്നതായ അനുഗ്രഹത്തിനുള്ള പ്രത്യാശ ഞങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിനെ സ്നേഹിപ്പാൻ കർത്താവെ ഞങ്ങൾക്ക് പുതിയ ഹൃദയം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അതിന് കേട്ട എല്ലാവരുടെ മേലും തൃക്കരം വയ്ക്കണമേ. അനുഗ്രഹിച്ച് വാഴ്ത്തി വിശുദ്ധീകരിക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.